അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും അഖിൽ മാരാറും സെറീനയും അതുപോലെ അഭിഷേകും കയറുകയാണ്. വീട്ടിൽ കയറിയതിന് ശേഷം ബിഗ് ബോസ് ഒരു ടാസ്ക് വായിക്കാൻ പറയുന്നു അഖിൽ മാരാരോട്. അഖിൽ മാരാർ അത് വിശദീകരിച്ചു കൊടുക്കുന്നു. അതായത് നൂറ ഒരു ചെരുപ്പ് ഫാക്ടറിയുടെ മുതലാളിയാണ്, ജിഷിൻ നൂറയുടെ അസിസ്റ്റന്റും തൊഴിലാളി വിരുദ്ധ യൂണിയന്റെ ലീഡറായിട്ട് അക്ബറും. അപ്പോൾ ബി ഹൗസ് ഒരു ഫാക്ടറി ആയിട്ട് ഇനി മാറുകയാണ്. പണിയെടുക്കുന്നവർക്ക് നൂറയുടെ ഇഷ്ടത്തിനനുസരിച്ച് കോയിൻസ് കൊടുക്കാം. ബ്ലാക്ക് കോയിൻ കിട്ടിയ ആൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. അതിനുശേഷം സെറീനയും അഭിഷേകും ബി ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവരുടെ പഴയ ബി ഹൗസിലെ ഓർമ്മകൾ പുതുക്കുന്നു. ബിഗ് ബോസിനോട് ഹലോ പറഞ്ഞു കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും പരിചയപ്പെടുന്നു. അതിനുശേഷം ഇവർ വന്ന യഥാർത്ഥ ഉദ്ദേശം എന്ന് വെച്ചാൽ അവരുടെ സിനിമയായ മുള്ളൻ കൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനാണ് അവർ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രെയിലർ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല കൗതുകത്തോടു കൂടി കാണുന്നുണ്ട്. പിന്നീട് അഖിൽ മാരാർ ബിയോട് നന്ദി പ്രകടിപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ എല്ലാ വഴിത്തിരിവും ഉണ്ടായത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ശേഷമാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് അനീഷിനോട് അഖിൽ മാരാർ പുസ്തകം എഴുതിയ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അനീഷിന്റെ നിഷ്കളങ്കമായ തലയാട്ടിയിട്ടുള്ള ചിരിയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് 3 പേരും ബിഗ് ബോസ് ഹൗസിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് സ്മോക്കിംഗ് റൂം കണ്ട അഖിൽ മാരാർ അവിടെ പോയി സ്മോക്ക് ചെയ്ത് സ്മോക്കിംഗ് റൂമെന്ന് അഖിൽ മാരാർ കുറച്ച് ഹിന്റും ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വീടിനോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് 3 പേരും